കത്തുന്ന വെയിലിനെ കറണ്ടാക്കി മാറ്റാൻ മലയാളികൾ നടത്തിയ ശ്രമത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. 1980കളുടെ പകുതിയിലാണ് കേരളത്തില് സോളാർ എന്ന വാക്ക് ഗൗരവമായിട്ട് കേട്ടു തുടങ്ങുന്നത്. കേരളത്തിലെ സോളാർ വിപ്ലവത്തിന്റെ കഥ 1986 അനർട്ട് രൂപീകരിക്കുന്നതോടെ സർക്കാർ തലത്തില് പുനരുപയോഗ ഊർജത്തിന് ഒരു രൂപമുണ്ടാകാൻ തുടങ്ങി. ഇന്നത്തെ പോലെ സബ്സിഡിയോ വലിയ പ്ലാന്റുകളോ ഒന്നും തന്നെ അക്കാലത്തില്ലായിരുന്നു. തെരുവ് വിളക്കുകൾക്കും വിദൂര ഗ്രാമങ്ങളിലെ കമ്മ്യൂണിറ്റി ഹാളുകൾക്കും വേണ്ടി സോളാർ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഒരു കാലം. 90കളിൽ സോളാർ വാട്ടർ ഹീറ്റർ എത്തുന്നതോടുകൂടി മലയാളികളുടെ വീടിന്റെ മുകളിലേക്ക് ഈ ടെക്നോളജി കൂടുതൽ എത്തിത്തുടങ്ങി. പിന്നീട് കറണ്ട് കട്ട് സ്ഥിരമായപ്പോൾ ഇൻവെർട്ടറിന് പകരക്കാരനായി ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി. എന്നാൽ ഒരു വലിയ മാറ്റം നടന്നത് 2015ലാണ്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം ലോകത്തെ പൂർണ്ണ സോളാർ വിമാനത്താവളമായി മാറി. സൂര്യപ്രകാശം കൊണ്ട് ഒരു വലിയ വിമാനത്താവളം തന്നെ പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ വീടുകൾക്കും അത് സാധ്യമാകുമെന്ന് മലയാളികൾ തിരിച്ചറിഞ്ഞു. 2010നും 2020നും ഇടയിൽ KEC നെറ്റ് മീറ്ററിംഗ് സംവിധാനം അവതരിപ്പിക്കുന്നു. 2014 ജവഹർലാൽ നെഹ്റു നാഷണൽ മിഷന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടുകളിലേക്ക് സോളാർ പ്രൊജക്ടുകൾ വ്യാപിക്കാൻ തുടങ്ങി. KEC തന്നെ സൗര പദ്ധതിയുടെ ഭാഗമായിട്ട് വീടുകളിലേക്ക് സോളാറുകൾ വൻതോതിൽ എത്തിത്തുടങ്ങുന്നു. വീടുകളിൽ സൗജന്യ സോളാർ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള PM സൂര്യഘർ പോലുള്ള പദ്ധതികൾ കേരളത്തിൽ സോളാർ വൻതോതിൽ വളരാനായി സഹായിച്ചു. എന്നാൽ ഇന്ന് കഥ മാറി. സർക്കാരിന്റെ സബ്സിഡി പദ്ധതികളും KEC പിന്തുണയും വന്നതോടുകൂടി സാധാരണക്കാരന്റെ വീടിന്റെ ഭാഗമായി സോളാർ പാനലുകൾ മാറിക്കഴിഞ്ഞു. ഈ ചരിത്രങ്ങൾക്കൊപ്പം വിശ്വസ്തയോടെ മുന്നേറുന്ന ഒരു സ്ഥാപനമാണ് GAG ഓട്ടോമേഷൻ. വെറുമൊരു സോളാർ പ്ലാന്റ് വെക്കുക എന്നുള്ളതല്ല, കൃത്യതയോടുകൂടിയും ഗുണമേന്മയോടുകൂടിയും അത് ചെയ്യുക എന്നതാണ് പ്രധാനം. അത്യാധുനിക ഓട്ടോമേഷൻ സിസ്റ്റം, മികച്ച സർവീസ്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടിന് ലോഡിന് ആവശ്യമുള്ള കൃത്യമായ പ്ലാനിംഗ്, അതാണ് GAG ഉറപ്പു നൽകുന്നത്.